സ്ഥാനാർത്ഥികൾ ചേരുന്നുണ്ട്. ആദ്യം നമുക്കിപ്പം സി കൃഷ്ണകുമാറാണ് ചേരുന്നത്. പാലക്കാട് വലിയ പ്രതീക്ഷയിലാണ് BJP ക്യാമ്പ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വോട്ടിംഗ് പെർസെൻറ്റേജ്, അതിൽ രണ്ട് അഭിപ്രായങ്ങൾ ഇപ്പോൾ വരുന്നു. നമുക്ക് CK യോട് തന്നെ നേരിട്ട് ചോദിക്കാം. അവസാനത്തെ ബൂത്ത് കണക്കുകളും CK ആണ് ഇന്നലെ ആദ്യം വിശകലനം ചെയ്ത് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. CK, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ രാവിലെ ഞങ്ങളുടെ ദീപകിനോട് പറയുന്നുണ്ടായിരുന്നു അതിരാവിലെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കരുത് എന്ന്. എനിക്ക് തോന്നുന്നു അല്പം റിലാക്സ്ഡ് ആണ്. ഇന്നലെ നന്നായി ഉറങ്ങിയോ? അതെ, നേരത്തെ എഴുന്നേറ്റു. 5 മണിക്ക് തന്നെ എഴുന്നേറ്റു, അമ്പലത്തിലെല്ലാം പോയി. അതെ, ഞാൻ ഓർമ്മിക്കായിരുന്നു എനിക്കൊന്നു രാവിലെ അമ്പലത്തിലൊക്കെ പോയി മോനെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ കൊണ്ടുവിടുന്ന ഒരു CK കണ്ടിട്ടുണ്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറയുമായിരുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പക്ഷേ CKയുടെ എല്ലാ ഡെയിലി റുട്ടീനും ഒരുപോലെയാണ് അല്ലേ? അതെ, ഒരു എക്സ്ട്രാ ദൗത്യം തെരഞ്ഞെടുപ്പ്. ഓക്കെ CK, എങ്ങനെയാണ് അന്തിമ കണക്കുകൾ? ഇന്നലെ ഉല്ലാസിൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനും വരണം, നമുക്ക് നവംബർ മാസത്തിലെ ടൗൺ ഹാൾ ഉദ്ഘാടനം ചെയ്യാൻ CK MLA ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഉണ്ടാവണം എന്നെ അടുത്ത് ഇന്നലെ ഉല്ലാസ് ബാബു ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്താണ് ബൂത്ത് തലത്തിലെ കണക്കുകൾ? അതെ, പ്രാഥമികമായിട്ടുള്ള കണക്കുകൾ കാലത്താണ് ഞങ്ങൾ വളരെ വിശദമായിട്ടുള്ള ഞങ്ങളുടെ ഇൻചാർജസുമായിട്ട് ഇരിക്കുന്നത്. കാലത്ത് 10 മണിക്ക് യോഗം നിശ്ചയിച്ചിട്ടുണ്ട് BJP ഓഫീസിൽ. അപ്പോൾ അതിൽ നിന്ന് വിശദമായിട്ടുള്ള കണക്കുകൾ, കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വോട്ടുകളെ സംബന്ധിച്ചും ഭൂരിപക്ഷത്തെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ട് ഒരു ധാരണ വരും. പ്രാഥമികമായിട്ടുള്ള കണക്കുന്ന പാലക്കാട് നഗരസഭാ പരിധിയിൽ 8000 മുതൽ 10000 വോട്ട് വരെ ലീഡ് ലഭിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ, പരമ്പരാഗതമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോളിംഗിൽ ഉണ്ടായിട്ടുള്ള വർധനവ്, അതോടൊപ്പം തന്നെ ഞങ്ങൾ തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഉറച്ച വോട്ടുകൾ അത് പോൾ ചെയ്യിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്നുള്ളതിൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ ശരിക്കും വിജയിച്ചിട്ടുണ്ട്. ഞാനത് ഏകദേശം ഒരു 120ഓളം ബൂത്തുകളിൽ ഞാൻ നേരിൽ പോയിരുന്നു. ദീപക് എന്നെ പിന്നാലെ പിന്തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തല്ല, ഞങ്ങൾ ഓരോ ബൂത്തുകളിൽ പോകുന്ന സമയത്തും പരിശോധിച്ചിരുന്നത് ഈ ലിസ്റ്റിൽ എത്ര ആളുകൾ പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ഞങ്ങൾ ഒരു 85 to 90% ഞങ്ങൾക്ക് കിട്ടാവുന്ന ഉറച്ച വോട്ടുകൾ ഞങ്ങളുടെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ അനുഭാവികളുടെ ആയിട്ടുള്ള വോട്ടുകൾ. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് പുറമെയാണ് ഈ കർണകി നഗർ, അതുപോലെ തന്നെ വടക്കന്തറ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള പോളിംഗ് ഉണ്ടായിട്ടുള്ള വർധനവ്. 80% റെക്കോർഡാണ്. കർണകിയുടെയൊക്കെ ചരിത്രത്തിൽ ഇത്രയും വലിയ പോളിംഗ് ഉണ്ടായിട്ടില്ല. വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് അവിടുത്തെ പ്രവർത്തകർ ഓരോ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിൽ എത്തിച്ചത്. പിന്നെ മുനിസിപ്പാലിറ്റിയിൽ കൂടിയോ കുറഞ്ഞോ അതിനൊരു തർക്കം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. കൃത്യമായ കണക്കുകൾ നമുക്കും ലഭ്യമല്ല. പല പാർട്ടിക്കാരും പലതാ പറയുന്നത്. ഇല്ല, പോളിംഗ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. പോളിംഗ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. പാലക്കാട് നഗരസഭാ പരിധിയിൽ പോളിംഗ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. 2% പോളിംഗ് വർധന വന്നിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ പോളിംഗ് കൂടിയിട്ടുണ്ട്. പിരായിരിയിലെ 7% കുറവാണ്. 77%. അതെ, 77% എന്നുള്ളത് ഇപ്പോൾ മാറി 70% എത്തിയിട്ടുണ്ട്. അതെ, മാത്തൂരിലും കണ്ണാടിയിലും 70% വന്നിട്ട്. കണ്ണാടിയിലും മാത്തൂരും സമാനമായിട്ട് കുറവുണ്ട്. പക്ഷേ പിരായിരിയിലേക്ക് സമാനമായിട്ടുള്ള കുറവ് വന്നിട്ടില്ല. എനിക്കിത് UDFൻ്റെ ലഭിക്കേണ്ട വോട്ടുകളിലാണ് ഇത് വലിയ ചോർച്ച വന്നിട്ടുള്ളത്. UDFന് ലഭിക്കേണ്ട മൈനോറിറ്റി വോട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ പിരായിരി പഞ്ചായത്തിലെ മൈനോറിറ്റി ഏരിയകളിൽ വലിയ വാശിയോട് കൂടിയിട്ടുള്ള ഒരു പോളിംഗ് നടന്നിട്ടില്ല. അല്ലെങ്കിൽ അവർ പോൾ ചെയ്യിപ്പിക്കാൻ UDFൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടില്ല. അത് പോൾ ചെയ്ത വോട്ടുകൾ തന്നെ ഒരു പെർസെൻറ്റേജ് വോട്ടുകൾ LDFലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും, മൈനോറിറ്റി വോട്ടിൽ എന്നുള്ളതുണ്ട്. കാരണം സന്ദീപിൻ്റെ അവസാന 3-4 ദിവസങ്ങളിലെ സന്ദീപിൻ്റെ രംഗപ്രവേശനം UDFന് ദോഷം ചെയ്തിട്ടുണ്ട്. അത് വലിയ അതൃപ്തി UDFനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ഇടയിലുണ്ടായിരുന്നു. എനിക്കറിയാൻ കഴിഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി, SDPI പോലെയുള്ള സംഘടനകളടക്കം ഇതിൽ വലിയ അതൃപ്തി പ്രകടിപ്പിച്ച് UDFൻ്റെ നേതാക്കളോട് പ്രകടിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് അവരുടെ വോട്ടുകൾ LDFലേക്കോ അല്ലെങ്കിൽ സ്വതന്ത്രനോ സ്ഥാനാർത്ഥികൾക്കോ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുള്ള ഒരു ചർച്ചയും നടന്നിട്ടുണ്ട്. സന്ദീപ് പോയത് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായില്ലേ? ഒരു വെല്ലുവിളി ഞങ്ങളുടെ പ്രവർത്തകരെ സംബന്ധിച്ചോളം ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തു. കാരണം ആദ്യ ദിവസങ്ങളിൽ കൃഷ്ണകുമാറിനെയും എല്ലാം വ്യക്തിപരമായിട്ടായിരുന്നെങ്കിൽ പിന്നീട്
സംഘടനയെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക്, പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് പോയതോടുകൂടി ഞങ്ങളുടെ അവസാനത്തെ പ്രവർത്തകനും ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇറങ്ങാത്ത പ്രായമായിട്ടുള്ള ആളുകൾ പോലും, അമ്മമാർ പോലും കർണകീരകർ വടക്കന്തറ പ്രദേശങ്ങളിൽ വളരെ സജീവമായി. ഇന്ന് കാലത്ത് അമ്പലത്തിൽ വെച്ച് കണ്ട സമയത്ത് എന്നോട് പറയായിരുന്നു, ഇതുവരെ BJPയുടെ സ്ത്രീകൾ ഔട്ടർ ബൂത്തിൽ ഇരിക്കുന്നത് കണ്ടിട്ടില്ല. ഇത്തവണ ഞാൻ കുറേ ബൂത്തുകളിൽ പോയി, അവിടെ എല്ലാ സ്ത്രീകളെല്ലാം ഔട്ടർ ബൂത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, വോട്ടർ പട്ടിക പരിശോധിക്കുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷം തോന്നിയിരുന്നുള്ളൂ. അത് ഞങ്ങളുടെ പ്രവർത്തകരിലൊരു വാശിയോട് കൂടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സംഭവമായി മാറി. CK, ഇത്തവണ ഈ UDF LDFിൻ്റെ വോട്ട് പോകുന്നത് തടയാനും സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. LDFിൻ്റെ വോട്ടുകൾ പരമാവധി LDFിനെ തന്നെ പോൾ ചെയ്യിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതും ഗുണമായി എന്നാണ് CK കരുതുന്നത് അല്ലേ? അതെ. ഞാൻ കണ്ണാടി, മാത്തൂര്, പ്രായരി പഞ്ചായത്തുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, അതുപോലെ പാലക്കാട് നഗരസഭയിലും LDFിന് ശക്തിയുള്ള ചില പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിൽ പോകുന്ന സമയത്ത് എനിക്ക് മുൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി തോന്നിയത് കുറച്ച് പാർട്ടി വോട്ട് നിലനിർത്താനായിട്ടുള്ള ഒരു ശ്രമം, ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം ഇത്തവണ LDFിൻ്റെ ഭാഗത്തുണ്ടായി. കഴിഞ്ഞ തവണ UDFിനെ ഗുണകരമായിട്ട് പോയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടല്ലോ, ആ ഷിഫ്റ്റിംഗ് ഇത്തവണ നടന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് UDFിന് രണ്ട് വിധത്തിലുള്ള തിരിച്ചടിയാണ്. സ്വന്തം പാളയത്തിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ LDFിന് കിട്ടിയ സഹായം ഇല്ലാതെയാവുന്നുണ്ട്. ഇതെല്ലാം അവരുടെ ടോട്ടൽ വോട്ടിനെ ഈ ക്രിസ്ത്യൻ വോട്ടുകളിൽ എങ്ങനെയാ അതിന്റെ എനിക്കൊരു 3000-4000 വോട്ട് ഇത്തവണ ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ സാധിച്ചു. ചില വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തരികയും ചെയ്തു. ചില ക്രിസ്ത്യൻ വോട്ടർമാർ BJPക്ക് വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം വരുന്നതായിട്ടുള്ള ചില കമൻറ്റുകൾ ഞാൻ കണ്ടു. അതൊരു ബ്ലോക്കായിട്ട് കൂട്ടത്തോടെ BJPയിലേക്ക് വന്നിട്ടുണ്ടാവുമോ ക്രിസ്ത്യൻ വോട്ടുകൾ? ഞാനത് പറയാൻ വരികയായിരുന്നു. ഇത്തവണ അത് പരമ്പരാഗതമായിട്ട് UDFിന് ലഭിച്ചിരുന്ന വോട്ടുകളാണ്. അതിൽ ചെറിയൊരു ശതമാനം LDFിന് കിട്ടിയിരുന്നു. പക്ഷേ ഒരു 80-85% വോട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത് UDFിനാണ്. ആ വോട്ടിൽ ഒരു 50% വോട്ട് ഇത്തവണ ഞങ്ങൾക്ക്, 50%-ത്തിലധികം വോട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. കാരണം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ക്രിസ്ത്യൻ വീടുകളിൽ പോകുന്ന സമയത്ത് അവരുടെ ചർച്ചകളിൽ 3 ഞായറാഴ്ച ഞാൻ തുടർച്ചയായി പോയിരുന്നു. അവിടെ ലഭിച്ച സ്വീകരണം, അവരുടെ പ്രതികരണം, വ്യക്തിപരമായിട്ട് ഉള്ള സംസാരങ്ങൾക്കിടയിൽ വന്ന കാര്യങ്ങളൊക്കെ വലിയ ഒരു മാറ്റം അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് ഒരു 50%-ലധികം ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഡയറക്റ്റായിട്ട് അഫക്ട് ചെയ്യാൻ പോകുന്നത് UDFിനെ ആയിരിക്കും. അപ്പോൾ ഈ 3 ഘടകങ്ങളാണ് UDFിന് വെല്ലുവിളി. 1, UDFിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞു. 2, LDF അവരുടെ വോട്ടുകൾ പരമാവധി പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും. 3, ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു ചോർച്ചയുണ്ടായി, അത് UDFിൽ NDയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ ഇനി ഒന്ന് തുറന്ന് ചോദിക്കട്ടെ, ഇത്രയും ദിവസങ്ങളായാലും തുറന്ന് CKക്ക് പറയാം. അത് മാത്രമല്ല അത് മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ UDFിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, UDFിൻ്റെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ നിഷ്ക്രിയമായിരുന്നു. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നിർണായക റോൾ ജനപ്രതിനിധികൾക്കാണ്. വോട്ടർമാരെ കൊണ്ടുവരുന്നതിൽ അവർക്ക് അവരുടെ വാർഡുകളിൽ, അവരുടെ പ്രദേശത്ത് വലിയ സ്വാധീനമായിരിക്കും. ജനങ്ങളുമായിട്ട് നല്ല വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവും. പഞ്ചായത്ത് മെമ്പർക്കായാലും മുനിസിപ്പൽ കൗൺസിലർമാർക്കായാലും. അത് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്. UDFിൻ്റെ ജനപ്രതിനിധികൾ ഭൂരിഭാഗവും നിഷ്ക്രിയമായിരുന്നു. അത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അവർ വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. ഔട്ടർ ബൂത്തുകളിൽ ചില ആളുകൾ നിന്നിട്ടുണ്ട്, ചില ആളുകൾ ബൂത്തുകളിലെ പരിസരത്ത് പോലും ഉണ്ടായിട്ടില്ല. UDFിൽ വലിയൊരു ഒഴുക്ക് ഉണ്ടായിട്ടുണ്ട് തവണ. UDFിന് ഒരു അടിയൊഴുക്ക് തവണ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വലിപ്പം ഫലം വരുന്ന സമയത്ത് നമുക്കറിയാൻ കഴിയും. അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം UDFിൻ്റെ ജനപ്രതിനിധികൾ കാര്യമായി വോട്ടർമാരെ ബൂത്തിൽ എത്തിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, ഒരു അടിയൊഴുക്കും ഉണ്ടായിട്ടുണ്ടാവും അവരുടെ അറിവോടുകൂടി. ആ അടിയൊഴുക്ക് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക UDFിലെ ആ വോട്ടുകൾ? ഞങ്ങൾ തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കുന്നു. BJPയിലേക്ക് വന്നിട്ടുണ്ടാവും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ജയസാധ്യത ഉള്ളൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ NDAക്കാണ് ആ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടാവുക. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പരാജയപ്പെടുത്താൻ UDFിലെ ചില ജനപ്രതിനിധികൾ BJPക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് അങ്ങ് പറയുന്നത്. ജനപ്രതിനിധികളെ UDFിൻ്റെ അനുഭാവികൾ, കാരണം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള വലിയ അതൃപ്തിയാണ്.
സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വലിയൊരു വികാരം UDF ഉണ്ടായിട്ടുണ്ട്. അത് UDF-ൻ്റെ പ്രവർത്തകരുടെയും UDF-ൻ്റെ അനുഭാവികളുടെയും അതുപോലെ തന്നെ ശ്രീ ലീഡർ അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, ഇതെല്ലാം പരമ്പരാഗത കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ വോട്ടുകൾ ഇത്തവണ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അത് വിജയസാധ്യത, ഈ രാഹുലിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ NDAക്ക് അനുകൂലമായിട്ട് വന്നു. അപ്പോൾ 4 ഘടകങ്ങൾ പ്രധാനമായിട്ടും UDF-ന് വെല്ലുവിളിയാണെന്നാണ് താങ്കൾ പറഞ്ഞു വന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു കാര്യം കൂടി CK ഒന്ന് തുറന്നു പറഞ്ഞാൽ, ഇപ്പോൾ ഇത്രയും ദിവസമായല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ താങ്കൾ പാർട്ടിക്കുള്ളിൽ നിന്ന് നേരിട്ട ഏറ്റവും വലിയ അഗ്നിപരീക്ഷ എന്തായിരുന്നു? പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായി. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞല്ലോ. ആ പരീക്ഷണങ്ങളിൽ താങ്കളുടെ മനസ്സൊന്ന് വേദനിച്ചത് എന്തായിരുന്നു? പാർട്ടിക്കുള്ളിൽ നിന്ന് നേരിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, സന്ദീപിൻ്റേതൊഴികെ? ഇല്ല അരുൺജി, ഞാൻ 2 തവണ മലമ്പുഴയിൽ 2 തവണ ലോക്സഭയിൽ മത്സരിച്ച ആളാണ്. എനിക്കിത്തവണ ആകെ ഉണ്ടായിരുന്ന ഒരു വർക്ക് എന്നുള്ളത് കാലത്ത് എഴുന്നേറ്റാൽ പാർട്ടി തന്ന കാറിൽ കയറിയ വോട്ടർമാരെ കാണുക മാത്രം. അവിടെ എവിടെ പോകണം, അവിടെ ആര് തയ്യാറായി നിൽക്കുന്നുള്ളതടക്കം കൃത്യമായിട്ട് പാർട്ടി സംഘടന നിശ്ചയിച്ച് തന്നിരുന്നു. വേറെ ഒരു കാര്യത്തിലും എനിക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. അത്രയും ചിട്ടയായിട്ടുള്ള പ്രവർത്തനം. കാരണം സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നിന്ന് പ്രവർത്തനം നിയന്ത്രിക്കുക, സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ എല്ലാ കാര്യകർത്താക്കളും ഏറ്റവും താഴെത്തട്ടിലുള്ള തൊട്ട് ഏറ്റവും മുകൾ തട്ടിലുള്ള ആളുകൾ വരെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ, എവിടെയെങ്കിലും ചെറിയ കുറവുകളുണ്ടെങ്കിൽ അടുത്ത നിമിഷം ഓടിയെത്തി പരിഹരിക്കുക. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ നേരിട്ടെത്തേണ്ട സ്ഥലങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് എനിക്ക് നിർദ്ദേശം തരിക. അങ്ങനെ ഇത്രയും വളരെ ചിട്ടയായിട്ടുള്ളൊരു പ്രവർത്തനം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും കുറേ തെരഞ്ഞെടുപ്പുകൾ നേരിട്ട് നിയന്ത്രിച്ച ആളാണ്. എനിക്ക് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. രാത്രി പ്രചരണം കഴിഞ്ഞാൽ ഓഫീസിലെത്തുക, ആ ദിവസത്തെ സംബന്ധിച്ച് അടുത്ത ദിവസത്തെ എന്തെങ്കിലും നിർദ്ദേശങ്ങളില്ലെങ്കിൽ കേൾക്കുക, അടുത്ത ദിവസത്തേക്ക് തയ്യാറായി പോകുക എന്നല്ലാതെ ബാക്കി ഒരു ടെൻഷനും ഇല്ല. കുട്ടിക്കലാശത്തിനൊക്കെ ആ സമയത്ത് ഞങ്ങൾ വിളിക്കും, ആ സമയത്ത് വന്ന് വണ്ടിയിൽ കയറിയാൽ മതി എന്നുള്ളതാണ്. അങ്ങനെ ഓരോ സ്വീകരണ സമയത്തും എല്ലാം അങ്ങനെയാണ്. ഇത്ര സമയത്ത് അവിടെ എത്തുക, ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റിലെത്തുന്ന രീതിയിൽ തയ്യാറായി നിൽക്കുക പറയും. അങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു. സന്ദീപ് ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് ഒരു ആശങ്കയുണ്ടായിരുന്നു? ഇല്ല അരുൺ, എനിക്ക് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. കൃഷ്ണകുമാർ പോയാലും ഞാൻ പറഞ്ഞിരുന്നല്ലോ, അന്ന് തന്നെ പറഞ്ഞിരുന്നു, ആര് പോയാലും ആ പോകുന്ന ആൾ ഒറ്റയ്ക്ക് പോയി അയാളുടെ നിഴല് പോലും പോവില്ല കൂടെ എന്നുള്ളത്. അത് എനിക്കറിയാം. കാരണം ഇത് പാലക്കാടും എല്ലാം ഇതിനു മുമ്പെല്ലാം പല ഘട്ടങ്ങളിലും കേരളത്തിലൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അന്നെല്ലാം പോയ ആളുകൾക്ക് എന്ത് ഡാമേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അറിയാം. പിന്നെ സന്ദീപിന് ഇവിടെ താഴെത്തട്ടുള്ള പ്രവർത്തകരുമായിട്ട് എന്ത് ബന്ധമാണെന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾ ഞാനാണ്. ഇന്നലെയൊക്കെ ഇട്ട പോസ്റ്റുകൾ പല പ്രവർത്തകരും സന്ദീപിൻ്റെ പഴയ വാട്സാപ്പ് ഗ്രൂപ്പുകളിലിട്ട പോസ്റ്റുകൾ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2012 ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഈ ചെത്തലൂരിലൊരു പ്രശ്നമുണ്ടായ സമയത്ത് അവിടുത്തെ NDF-ഉം അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായിട്ട് സംഘർഷം ഉണ്ടായ സമയത്ത് ഒളിവിൽ പോയിരുന്നിട്ട് ഇട്ട പോസ്റ്റ്, BJP-യുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള കൃഷ്ണകുമാർജി എൻ്റെ വീട്ടിലെത്തി, അമ്മയെ ആശ്വസിപ്പിച്ചു, ശശികല ടീച്ചർ വന്നു, രാഹുൽ ഈശ്വർ വിളിച്ചു, ഇതെല്ലാം പ്രവർത്തകരാണ് എടുത്തിടുന്നത്. കാരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഓടിയെത്തുന്ന ആളാണ് ഞാൻ എന്നുള്ളത് സാധാരണ പ്രവർത്തകർക്കറിയാം. സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും മാത്രം ജീവിച്ച് താഴെത്തട്ടുള്ള പ്രവർത്തകരുമായിട്ട് ബന്ധമില്ലാത്ത സന്ദീപ് പോയാൽ ഈ പ്രസ്ഥാനത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളതുകൊണ്ട് എനിക്കതിൽ ആശങ്കയുണ്ടായിരുന്നില്ല. പിന്നെ പാലക്കാട് ഇന്ന് 55 കിലോമീറ്റർ അപ്പുറത്തുള്ള ആളാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഒരു സാധാരണ പ്രവർത്തകനെ പോലും നേരിട്ട് അറിയാത്ത ആളാണ്. ഒരു പ്രവർത്തകനും മാനസികമായിട്ട് ഒരു പ്രവർത്തകരെയും സ്വാധീനിക്കാൻ കഴിയാത്ത ആളാണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടി CK, ഇപ്പോൾ ഈ സന്ദീപ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഭൂമി RSSന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. അതൊരു വർഷം അദ്ദേഹം കാത്തിരിക്കും. അത് RSS ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടോ CKയുടെ ഒരു നിലപാട് എന്താ? അത് RSS ഏറ്റെടുക്കണോ വേണ്ടയോ? കാര്യം പാർട്ടിയെ വഞ്ചിച്ചു പോയ ഒരാൾ എന്നൊരു പ്രതീതി RSSനുമുണ്ട്, അതേപോലെ പാർട്ടിക്കുമുണ്ട്. ഈ ചെത്തലൂരല്ല, ഈ കേരളത്തിൽ എവിടെ വേണമെങ്കിലും RSSന് ഒരു സെൻറ്റോ 10 സെൻറ്റോ 1000 ഏക്കറോ വേണമെന്ന് പറഞ്ഞാൽ
നിമിഷ നേരം കൊണ്ട് അത് നടത്തി തരാൻ കഴിയുന്ന പ്രവർത്തകരും സംഘടനാ ശേഷിയുണ്ട്. അപ്പോൾ ചെത്തലൂരിൽ സന്ദീപ് പറഞ്ഞ സ്ഥലം വേണോ വേണ്ടതെന്നൊക്കെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സംഘത്തിൻ്റെ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ കാര്യകർത്താക്കൾ തീരുമാനിക്കും അവർക്ക് വേണമെന്നുള്ളത്. കാരണം അവരുടെ അഭിമാന ബോധത്തെ ആണ് സന്ദീപ് ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം അവർ പാർട്ടി ഓഫീസിൽ വന്നിരുന്നു. അവർ പറഞ്ഞത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ കൂടെ അവിടെ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഞങ്ങൾ ഒരു വിഷമമുണ്ടായ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ പോയി കാണാനും ആശ്വസിപ്പിക്കാനും നിന്നു. പക്ഷേ ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് തിരിഞ്ഞ ആ നിമിഷത്തിൽ ഞങ്ങൾ ആ വ്യക്തിയെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പെറിച്ചെറിഞ്ഞു. ഒരു സ്ഥാനവുമില്ല. ഞങ്ങൾ ഒരു കാലത്തും അദ്ദേഹത്തോട് ക്ഷമിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ ചെത്തലൂരിലെ ഭൂമി വേണമെന്നുള്ളതൊക്കെ അവിടുത്തെ പ്രവർത്തകർ തീരുമാനിക്കും. മനസ്സിൽ സ്ഥാനമില്ലാത്തവരുടെ സ്ഥലം എന്തിന് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അത് തീർച്ചയായിട്ടും അവർ അങ്ങനെയായിരിക്കും തീരുമാനിക്കുന്നത്. അവിടെ ഞാൻ ഒരു കാര്യം അരുൺജിയോട് ഞാൻ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. അവിടെ BJPയുടെ പഞ്ചായത്ത് പ്രാദേശികമായിട്ടുള്ള ഓഫീസ് സന്ദീപിൻ്റെ ബിൽഡിങ്ങിലായിരുന്നു. സന്ദീപ് ആവശ്യപ്പെടുന്നതിന് മുമ്പേ ആ ഓഫീസ് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു അവർ. കാരണം അത്രയും അഭിമാനബോധമുള്ള പ്രവർത്തകരാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകർ. കാരണം ഞങ്ങൾ ആരുടെയും ഔദാര്യം പറ്റാൻ ആഗ്രഹിക്കുന്നില്ല, ഒരാളുടെയും ഔദാര്യം വേണ്ട. ഈ കേരളത്തിൽ വളർന്നത് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചിട്ടാണ്. സ്വന്തമായി ഓഫീസില്ലാതെ, സ്വന്തമായി ഇരിക്കാൻ ചെയറില്ലാതെ നിലത്തിരുന്ന് കടത്തെണ്ണകളുടെ മുന്നിലിരുന്ന് മീറ്റിങ്ങുകൾ നടത്തിയ സാഹചര്യങ്ങൾ അതിജീവിച്ചിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ചെത്തലൂരിൽ സന്ദീപ് കൊടുത്തൊരു ഓഫീസിൻ്റെ ആവശ്യമില്ല എന്നാണ് പ്രവർത്തകർ പറഞ്ഞത്. അവർ സ്വയം അത് ഒഴിഞ്ഞു കൊടുത്തു. ഓക്കെ, താങ്ക് യു CK. എന്തായാലും നല്ല ആത്മവിശ്വാസം താങ്കൾക്കുണ്ട്. ആ കണക്കുകളും അങ്ങനെ തന്നെ വരട്ടെ. നമുക്ക് നേരിട്ട് കാണാം. അങ്ങ് എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ, പാലക്കാടിന് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ MLA ആവുകയാണെങ്കിൽ 2025 നവംബർ മാസത്തിൽ നമുക്ക് ടൗൺ ഹാളിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഞങ്ങളും കൂടി അവിടെ ഉണ്ടാവും. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് CK. അപ്പോൾ സേവയൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുക. നമുക്ക് നേരിട്ട് കാണാം. ഉണ്ടാവണം. തീർച്ചയായിട്ടും. താങ്ക് യു CK.